എന്തുകൊണ്ടായിരുന്നു മാമന് ഇതേ നമ്മളിന്ന് കാര്യം പറഞ്ഞിട്ടല്ലേ അവർക്കെല്ലാം കാര്യം മനസ്സിലായി. നമ്മളെ ഇങ്ങനെ ചീത്ത അത് തന്നെ അവർക്ക് അറിയത്തില്ലല്ലോ. നമ്മളിവിടെ ഇരുന്ന് സൗണ്ടി പറയുന്നതല്ലേ കേൾക്കുള്ളൂ. അവർ ഇവർ ഈ പറയുന്നതൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് കേൾപ്പിച്ചപ്പോഴല്ലേ ഇപ്പൊ ഇവർക്ക് മനസ്സിലായി ഇവൻ ഇതുപോലത്തെ ചീത്തയും മുണ്ടുപൊക്കും എല്ലാം ഇതിന്റെ പരിപാടികളെന്നുള്ളത്. നമ്മൾ ഇതിനൊന്നും പോകുന്നില്ല. നമ്മൾ ഇത് കാണുന്നുണ്ടേ അപ്പം ശീലഭാവം പറഞ്ഞോ, ശീലഭാവം തന്നെ പറഞ്ഞു ഇതൊക്കെ കണ്ട ആരായാലും തിരിച്ചു പറയുന്നത് തോന്നിയാൽ. ആ ഇതെന്റെ തലയിലോട്ടും മുഖത്തോട്ടും എല്ലാം ലേസർ അടിച്ചാ എന്താ പറയത്തില്ലേ, ലേസർ അടിക്കുന്നത് പറയും ആരായാലും. തൊലി പൊള്ളിക്കുമ്പോൾ പറയും തൊലി പൊള്ളുവാ നമ്മുടെ ദേഹം മുഖമെല്ലാം നീറുവാ, എന്തോ രോഗം ഇവന്മാർക്ക്. എല്ലാം പുരികം പറിക്കുക, ഭയങ്കര രോഗമല്ലേ. എന്തോ 50 വയസ്സായി 80 വയസ്സായി ഇവന് രോഗമാണ്. എനിക്ക് 50 വയസ്സോ 80 വയസ്സോ 90 ആട്ടെ എന്തുവാ ഇവന് രോഗമാണ്, ഇവന് ഭയങ്കര രോഗമാണ്. എനിക്ക് 50 വയസ്സ് അല്ല, എനിക്ക് 50 ആവട്ടെ 60 ആട്ടെ 70 ആട്ടെ എല്ലാവരും ഇങ്ങനെയാണോ? എടി നിനക്ക് 50 വയസ്സടി 70 അടി ആരിങ്ങനെ പോലെ പറയുന്നത്? എനിക്ക് 80 അവന് 76 ആയുള്ളൂ കേട്ടോ. ഞാൻ 76 ആയുള്ളൂ. അതിന് ബാക്കി ആർക്കാ? അപ്പൊ ഇവന് പെണ്ണുമ്പിള്ളക്ക് എത്ര ആയിരുന്നു? ഇവര് പെണ്ണുമ്പിള്ളക്ക് 40 ഉണ്ടായിരുന്നു വരുമ്പോഴെന്ന് ആൾക്കാർ പറയുന്നു. അവന് പെണ്ണുമ്പിള്ളക്ക് 40 ആയിരുന്നു. ഒത്തിരി മൂത്തതാ പെണ്ണുമ്പിള്ള. മൂത്ത് മുതുക്കിയായപ്പോഴേ ഇതാക്കിയത് കെട്ടയിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കണ്ട ആണുങ്ങളെ എല്ലാം പുറത്ത് കയറി. 40 ആൾക്കാർക്കെല്ലാം ഇവർക്ക് 40 വയസ്സോളം ഉണ്ടായിരുന്നെന്നാ പറയുന്നത്. അപ്പൊ ഇതിന് എത്ര വയസ്സുണ്ട്? അതാ എങ്ങാണ്ട് എന്നിട്ടാ ഇവിടെ വലിയ ഇത് പറയുന്നത്. ഇവിടെ ആദ്യം ഒന്ന് കെട്ടിയവ പോയതല്ലയോ ഒക്കെ. ഇവൻ പറയും എന്തോ നിനക്ക് 50 വയസ്സായി നീ എന്തോ ലേസടിച്ച സൗന്ദര്യം പോവുകയോ. എന്റെ സൗന്ദര്യം അവള് മുഖത്തെല്ലാം പുരട്ടി വെച്ചിരിക്കുന്നു. ഇവന് രോഗം, ഞാൻ മുഖത്ത് പരത്തുന്നതിന് രോഗം, ഭയങ്കര രോഗം ഇവന്. പക്ഷേ എന്റെ മുഖത്തോട്ടില്ല വിഷവാതമൊക്കെ അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ മുഖത്ത് പരത്തി വെച്ച് എന്റെ മുഖത്ത് പരത്തി വെച്ചിരിക്കുന്നുണ്ട്. മുഖത്ത് പരത്തിക്കൊണ്ട് നടക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ആണ് ഇതിന് രോഗം. ഇതിന് ഭയങ്കര രോഗം എന്റെ അടുക്കൽ. ഇവനാണ് എന്റെ മുഖത്ത് പരത്തുന്നതിനെ കുറിച്ച് ചോദിക്കാൻ. എനിക്ക് ഭയങ്കര കടിയാ. എന്തെല്ലാം പറയും. ഇവന്റെ മനസ്സിനുള്ളതെല്ലാം വെട്ടി വരിക. എനിക്ക് 50 വയസ്സായി. അപ്പൊ ഈ നാട്ടിൽ ഏത് ആൾക്കാരുണ്ട് നിനക്ക് ഇത്ര വയസ്സായി എന്ന് പറയുന്നത്? ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ഇവനെന്തോ രോഗം? അപ്പൊ ഇവനെന്താ എന്റെ വയസ്സ് പറയാൻ കൊച്ചാമ്പിള്ളാരെന്നെല്ലാം പറഞ്ഞങ്ങ് നടക്കുക. പിന്നെ ഇവനെ പിടിക്കണോ? ഇവനെ പിടിക്കണോ? ഇവനെന്തോ എന്റെ കൈവറ വലിയ രോഗമായിട്ടൊക്കെ നടക്കുക. ഇവന് കൊച്ചാമ്പിള്ളാര് പോലും. എനിക്ക് സൗകര്യം എന്റെ ചന്തി കടിക്കട്ടെ കൊച്ചാമ്പിള്ളാരെ പിടിച്ചെങ്കിൽ. നമ്മളൊരു ചന്തി കടിക്കട്ടെ. നിങ്ങളൊന്നും എന്റെ ചന്തി കടിക്കട്ടെ. ഞാൻ 35 വയസ്സുള്ളതിന്റെ കൂടായി കഴിഞ്ഞ 5 വർഷം എനിക്ക് ജീവിക്കുന്നത്. എന്റെ ചന്തി കടിക്കട്ടെ. വല്യമ്മേ ഞാൻ എന്റെ ചന്തി കടിക്കട്ടെ വന്ന് കേട്ട കേൾക്കുന്നത്. ഇതിലെന്തോ രോഗം എന്ന് അറിയില്ലേ? അല്ല 30 എന്റെ വയസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത്, അല്ലാതെ വയസ്സറിയാതൊന്നും വന്നതല്ല. പിന്നെന്തുവാ വയസ്സ് കറക്റ്റായിട്ടുള്ള വയസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത്, അല്ലാതെ കള്ളൊന്നും പറഞ്ഞുള്ള എന്റെ കറക്റ്റ് വയസ്സാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. എന്റെ ആധാറും ഊതാറും എല്ലാം മുക്കുമാണ് എടുക്കുന്നത്. പിന്നെന്തുവാ അതിനപ്പുറമൊന്നും ഇല്ലല്ലോ. എന്റെ ആധാറും ഒക്കെ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും എന്റെ സർട്ടിഫിക്കറ്റുകളും എല്ലാം മുക്കും കാണുന്നതാണ്. അതിനപ്പുറമൊന്നും ഇല്ലല്ലോ. കള്ളത്തരം എന്റെയൊക്കെ കൂട്ട് കള്ളത്തരം പറഞ്ഞ് നടക്കുവാണോ? ഇനി എന്താ പറയാനാ? ഞാൻ 35 വയസ്സുള്ളവനെ പിടിച്ചെങ്കിൽ ഞാൻ പോയി കടി വെച്ച് കൊടുക്കട്ടെ, എന്റെ ചന്തി കടിക്കട്ടെ. നീ നിന്റെ പെണ്ണുപിള്ളയൊക്കെ വന്ന് എന്റെ ചന്തി കഴിച്ചോടാ. ഞാൻ 35 വയസ്സുള്ളവൻ രാജസ്ഥാനിയുടെ കൂടെ ജീവിക്കുന്നത്. ഇവൻ വന്ന് എന്റെ ചന്തി കടിക്കട്ടെ. എന്തോ രോഗം എന്ന് അറിയത്തില്ല. ഇവന് ഭയങ്കര രോഗം.
ആ ആ ആ ആ ആ ആ ഇത് അമ്മ വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്തായാലും അവിടെ ഈ എല്ലാത്തിന്റെയും സ്വഭാവം വിളിച്ച് പറയണം. ഇവ പയ്യെ പോകുമ്പോൾ എല്ലാം ഇത് പറഞ്ഞോണ്ട് പോയി ഇപ്പോഴും പോയപ്പോഴും പറഞ്ഞോണ്ട് പോയി ആരാ നമ്മള് അന്നേരം ഈ പള്ളേന്റെ മോനെ ഫോൺ ചെയ്യുമായിരുന്നു കേട്ടോ. ആ അങ്ങനൊന്നും രോഗം വരും മദ്യന്മാർ എന്തോ രോഗമെന്ന് അറിയില്ല നമ്മളെ കുറിച്ച് എന്താ പറയണ്ട കാര്യം. ആ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ പറയാൻ എന്തുവാ അത് എന്തോ എനിക്ക് 50 വയസ്സായി ഇവനാണ് എന്റെ വയസ്സ് പറയുന്നത് എനിക്ക് 50ഓ 60ഓ 70ഓ ഒക്കെ ആവട്ടെ ഇവനെന്താ രോഗം ഇവനെന്താ രോഗമാ നാട്ടുകാരുടെ എന്തോ അയൽക്കാരോട് നിങ്ങൾക്ക് 50 വയസ്സായി അല്ലെങ്കിൽ നിങ്ങൾക്ക് 60ആയി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമോ ഇവ മാത്രം എന്റെ വയസ്സ് പറഞ്ഞുകൊണ്ട് നടക്കാം ഇവനെന്തോ രോഗം. ആ എനിക്ക് പിന്നെ അറിയേണ്ടവനും അറിയാം രാജസ്ഥാനി മുകേഷ് കുമാറിനും അറിയാം അഡ്വക്കേറ്റ് മുകേഷ് കുമാറിന് അല്ലാതെ വേറെ ആരും എന്റെ വയസ്സൊന്നും അറിയണ്ട നാട്ടുകാരൊന്നും എന്റെ വയസ്സറിയേണ്ട കാര്യമൊന്നുമില്ല. ആ ഞാൻ കൊച്ചു ആമ്പിള്ളാരെ എന്തോ പിടിച്ചെന്നോ അതാണ്ടല്ല അവൻ എന്റെ സന്ധി അടിക്കട്ടെ ഞാൻ 35 വയസ്സുള്ളതിൻ്റെ കൂടെ 5 വർഷമായിട്ട് 2022 മുതൽ ജീവിക്കുന്നത് നീ എനിക്ക് എന്റെ സന്ധി അടിക്കണം പറ ഏ ആ അതാ ആ ആ എന്റെ പെണ്ണുമ്പിള്ളക്ക് 90ആയി എന്റെ പെണ്ണുമ്പിള്ളയുടെ വയസ്സ് അറിയാൻ പറയട്ടെ എന്റെ വയസ്സും പറഞ്ഞുകൊണ്ട് നടക്കുക അവന് എന്തോ ഒരു ശല്യമാണെന്നറിയാം ഇത്. ആ നമ്മളെ കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെന്തൊരു ശല്യമാണ് നമ്മൾ ആ വടക്കേശ്വരം ഇറങ്ങിയപ്പോഴത്തേന് കഥ അടച്ചു കിടന്ന കഥ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവൻ ചാടി ഇറങ്ങി ചീത്ത വിളിക്കാൻ തുടങ്ങി ഇതിനെന്തോ ഭ്രാന്താന്ന് അറിയത്തില്ല ഇവിടെ നമ്മുടെ വടക്കേശ്വരം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇതിനെന്തോ ഭ്രാന്തടിച്ച് ചാടുന്നതെന്ന് അറിയത്തില്ല ഇതെന്തോ ഭ്രാന്താന്ന് അറിയത്തില്ല ഇതിന് ഭ്രാന്തമായി നടക്കുക. പിന്നിലെന്താ ഞാനവിടെ പറഞ്ഞു ഞാൻ എന്തിനാ പരിക്കത്ത് തരുന്ന കാര്യം പിന്നെ എന്താ കഴിക്കാനാ ആഹാ വന്ന കാല് വെട്ടി മുറിച്ച് ഇവിടോട്ട് ഇട്ട് ഞാൻ ചീരമാമന്റെ വീട്ടിലോട്ട് പോയി പിടിച്ചോണ്ട് വരും തോന്നിയാസം കാണിക്കുന്നത് എന്റെ എന്റെ എങ്ങാനും ചവിട്ടിയാല് ഞാൻ 35 എന്തോ കൊച്ചാമ്പിള്ളേർ ഞാൻ 2022 മുതൽ മുകേഷ് കുമാർ എന്ന് പറയുന്ന രാജസ്ഥാനിയുടെ കൂടെ ജീവിക്കുന്നത് അവൻ വന്ന് സദ്യ അടിക്കട്ടെ എന്താ വേണം എന്റെ വയസ്സറിഞ്ഞിട്ട് ഇതൊക്കെ ആരോ നമ്മുടെ കാര്യം നോക്കാന് ആ ആ ഇല്ല അത് തന്നെ ഇവിടെ ഇല്ലാതിരിക്കാൻ നമ്മളെ കൊന്ന് ഏതാണ്ടെല്ലാം കള്ളന്മാരെല്ലാം കൂടെ കൂടി നമ്മുടെ ഏതാണ്ടെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട് നടക്കുക അവിടെ കള്ളന്മാർ. ആ ആ ആ എന്റെ കൂടെ എന്റെ ആ ഞങ്ങൾക്ക് മണിയന്മാരൊന്നും ആവശ്യമില്ല ഞാൻ നല്ല ഒന്നാമത് എന്റെ കൂടെ തന്നെ പഠിച്ച LLB കാരന്റെ കൂടെ കൊടുത്തു 2022 മുതൽ ഇങ്ങോട്ട് LLB കാരന്റെ കൂടെ തന്നെ കൊടുത്തത് ഞാൻ LLB കാരി ആയതുകൊണ്ട് എനിക്കും ഒരു LLB കാരനെ പിന്നെയും കിട്ടി മുകേഷ് കുമാർ രാജസ്ഥാനി ഇവന്മാർക്ക് എന്തോ രോഗം എന്ന് അറിയത്തില്ല ആ ഈ രോഗം കൊണ്ട് നടക്കുക 35 വയസ്സേ ഉള്ളൂ എന്തെങ്കിലും എന്തോ എന്നെ വല്ല ചെയ്യുമോ എത്രയോ പേര് വലിയ വലിയ ആ ഇന്ന് പോത്തല്ലേ ഉള്ളൂ എല്ലാം രാത്രി പിടിക്കും. ആ ആ ഉറക്കുന്നു ആ ശരി ശരി എന്നാ ശരിയമ്മേ പിന്നെ വിളിക്കാം. ആ ഇല്ലില്ല അല്ലല്ല അമ്മയോട് വിളിച്ച് പറഞ്ഞതാ. ആ ആ ആ അയാൾ ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നത് മന്ദിരത്തിലെ പൂജ സ്വാമി ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് ഒക്കെ നമ്മൾ അറിഞ്ഞു. ആ ആ നമ്മളിതിനെ പോലെ എന്താ മായും പൂയും കൂടി ചീത്ത വിളിച്ചോ ഇവൻ എന്താ ലേസർ അടിക്കുന്ന കാര്യവും അങ്ങനെയുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളെ ലേസർ അടിക്കുമ്പോൾ നമ്മൾ പറയും ലേസർ അടിക്കുന്നത് അല്ലാതെ പറഞ്ഞത് നമ്മുടെ ഇന്ന് പുരികത്തോട്ടായിരുന്നു ലേസർ അടി പുരികത്തോട്ടും നെറ്റിക്കോട്ടും തലയിലോട്ടും എല്ലാം അടിയായിരുന്നു ഇന്ന് ലേസർ ഇങ്ങനെ പല പല സ്ഥലത്തോട്ട് ഇങ്ങനെ ലേസർ അടിക്കുക കുറെ പേര് ജോലിക്കാന്ന് പറഞ്ഞുകൊണ്ട് എത്ര മണിയാവും വന്നിരുന്ന് ഇങ്ങനെ ഫോൺ പിടിച്ചിരിക്കുക ജോലിക്ക് വരുന്നവര് ജോലി ചെയ്തിട്ട് ഫോൺ പിടിച്ചിരിക്കുകയെന്ന് പറയും. ആ ഉണ്ട് മറ്റേ ജോലി ആ ഉണ്ട് ഉണ്ട്